സർ, ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റ സംഭവത്തിൽ അല്ലെങ്കിൽ വൈറ്റ് ഹൗസിലുണ്ടായ വെടിവയ്പിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കടുത്ത ക്രിസ്തീയ വിരോധമുള്ള വ്യക്തിയാണ് ഈ പ്രതി വച്ചിരിക്കുന്ന ആൾ എന്നാണ്. അത്തരത്തിലാണ് വിഷയം മാറിയിരിക്കുന്നത്. അപ്പോൾ ട്രംപിന് നേരെ വൈറ്റ് ഹൗസിനകത്ത് വെച്ച് ഒരാക്രമണം നടക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ട്രംപിനരികിലേക്ക് ശത്രുക്കൾക്ക് ഏറ്റവും എളുപ്പം എത്താം എന്നൊരു സാഹചര്യമാണോ നിലവിലുള്ളത്? ഈ വിഷയത്തെ എങ്ങനെ വിലയിരുത്താം? വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റിന് നേരെ വെടിയുതിർന്നു എന്നുള്ളത്. അവിടെ എങ്ങനെയാണ് ആ ഒരു സെക്യൂരിറ്റി സംവിധാനത്തെ കടന്നുകൊണ്ട് ഇത് നടന്നത് എന്ന് വളരെ അത്ഭുതകരമായിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ്. പക്ഷെ ഇതില് എല്ലാവരും സ്വയം മനസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ട്രംപിന് നേരെ ഉണ്ടായ ഈ സമയത്തെ വെടിവെപ്പ് ഇപ്പോൾ ട്രംപ് കാട്ടിക്കൂട്ടുന്ന വിഡ്ഢിത്തരങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് അവിടെ മൂപ്പരുടെ നേരെ ചെന്നില്ല എന്ന് മാത്രം. ഈ വെടിവെച്ച ആൾ അത്ര മോശക്കാരനൊന്നുമല്ല. വളരെ എഡ്യൂക്കേറ്റഡ്, ഒരു കോളേജിലെ പ്രൊഫസറോ മറ്റോ ആണ്, ഒരു അധ്യാപകനാണ്, വിവരമുള്ള ആളാണ്. ഇത് പറയുമ്പോൾ ഇത് അങ്ങനെ കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് മഹാത്മാഗാന്ധി, നമ്മുടെ രാഷ്ട്രപിതാവായിട്ട് പിന്നീട് പ്രഖ്യാപിച്ച മഹാത്മാഗാന്ധി ഇവിടെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ, ഇന്ത്യയെ മുറിച്ചു മാറ്റുന്ന കാര്യത്തിൽ മൗനം നടിച്ച് പലതരം വിഡ്ഢിത്തരങ്ങൾ ഇവിടെ ചെയ്തപ്പോൾ അന്ന് വളരെ അധികം എഡ്യൂക്കേറ്റഡ് ആയ ഗോഡ്സെ, അതായത് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ പറഞ്ഞ 2-3 ഡോക്ടറേറ്റ് തന്നെ കിട്ടിയിട്ടുള്ള ഒരാളാണ്, വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹത്തിന് സഹി കെട്ടിട്ടായിരിക്കാം അന്ന് അദ്ദേഹം ആ മഹാത്മാഗാന്ധിജിയെ വെടിവെച്ചത്. അതും 1, 2, 3 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് ആ വെടി കൊണ്ടത് തന്നെ. അപ്പോ ഒരു ഭരണത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ വിഡ്ഢിത്തരങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് സഹിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം ജനത ആ രാജ്യത്ത് തന്നെ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയമുണ്ട. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പൊ ട്രംപ് പറയണ മാതിരി അത് ക്രിസ്തീയമാണ്, മറ്റതാണ്, വർഗീയമാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭരണത്തിന്റെ നേതൃത്വത്തിലിരിക്കുന്നവർ വിഡ്ഢിത്തരങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇന്ത്യ എന്തിനു മുറിച്ചു? അതിനുള്ള ഉത്തരം പറയണം. ഒരു കാരണവശാലും ഇവിടെ ആര് മതം കളിച്ചാലും ആ കളിക്കുന്നവനെ നുറുക്കിക്കളയുക, വെടിവെച്ച് കൊല്ലുക എന്നല്ലാതെ രാജ്യം മുറിക്കാൻ ഒരു ഭരണാധികാരി തീരുമാനിക്കാൻ പറ്റില്ല, പാടില്ല. അത് തന്നെയാണ് ഇന്ന് ട്രംപ് ഈ വിഡ്ഢിത്തരങ്ങൾ, അതായത് ട്രംപിന്റെ ഖജനാവ് കാലിയാണ്. 50 ട്രില്യൺ ആണ് അവിടെ കടം. ആ ഇപ്പൊ ഉണ്ടായ ഈ 48 ദിവസം കൊണ്ട് എത്രയോ കോടി ഡോളർ കടത്തിലേക്ക് പോയി, വരുമാനമില്ല. അപ്പോ സ്വാഭാവികമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. ബുദ്ധിയുള്ളവർ ചിലപ്പോ ഇത്തരത്തിലുള്ള ഓരോ എടുത്തുചാട്ടങ്ങൾ ചെയ്തു എന്ന് വരാം. ആ പറയുന്ന അധ്യാപകൻ അവിടെ വൈറ്റ് ഹൗസിന്റെ പരിസരത്തുണ്ടായ പത്രലേഖകരുടെ ഒരു വിരുന്നു സൽക്കാരം, ചായ സൽക്കാരം, 2500-ഓളം ആൾക്കാരാണ് പാസ് കൊടുത്ത് ആ പരിപാടിയിൽ ഇദ്ദേഹവും ഒരു പത്രത്തിന്റെ ആളോ ആയിട്ടാണ് അവിടെ കടന്നുകൂടിയിട്ടുള്ളത്. അദ്ദേഹം എടുത്ത് ഭ്രാന്ത് പിടിച്ചിട്ട് വെടിവെച്ചു, 10-15 റൗണ്ട് വെടിവെച്ചു. ഭാഗ്യത്തിന് അത് പ്രസിഡന്റിന്റെ നേർക്ക് ചെന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഏത് ഭരണാധികാരി ആയാലും വെട്ടിത്തരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജനത്തിന് സഹിക്കില്ല. അപ്പോ അത് എല്ലാവരും മനസ്സിലാക്കണം. ലോക രാജ്യങ്ങൾക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പാണ്. പണ്ട് മഹാത്മാഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോ ലോകത്തെ നമ്പർ 1 ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റിന് നേരെയാണ് ആ രാജ്യക്കാരൻ വെടിയുർത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടു. അതായത് അദ്ദേഹം ഭാര്യയും ഒളിച്ചു സെക്യൂരിറ്റി പിടിച്ചു കൊണ്ടുപോകുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അദ്ദേഹം ഈ വെടിവെച്ച ആള്, എന്നാ ആ വെടിവെച്ച ആള് സ്വയം വെടിവെച്ച് മരിച്ചൊന്നുമില്ല. അപ്പൊ അയാൾ ഒരു വാർണിംഗ് ആണ് കൊടുത്തത്. ഇവിടെ ഗോഡ്സെ സ്വയം വെടിവെച്ച് മരിച്ചൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോ ഭരണത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവര് രാജ്യത്തെ ശരിയായ രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ
അപ്പോ അത് ഇത്തരത്തിലുള്ള ഓരോ ആഘാതങ്ങൾ വന്നു കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും തരത്തിൽ ആ കഥ തിരിച്ചുവിടുന്നത് ഒരു രാജ്യത്തിനും അഭികാമ്യമല്ല. ഇപ്പോ ട്രംപ് പറയുന്നു ക്രിസ്തീയ മതം എന്നാൽ ക്രിസ്ത്യാനികളുടെ മേലേക്ക് ഇത് അടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇത് എല്ലാവർക്കും അറിയില്ലേ, ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയില്ലേ ട്രംപ് കാട്ടുന്ന ഓരോ 4 ദിവസം മുമ്പേ അല്ലേ നരക സ്ഥലമാണ് ഇന്ത്യ, ചൈന എന്നൊക്കെ പറഞ്ഞ് അയാൾ വേണ്ടാത്ത പറഞ്ഞത്. അപ്പൊ ഈ ട്രംപ് ആരാണ്? ട്രംപ് ആ നാട്ടുകാരനാണോ? അത് ആ ഒരു ലേഖനം എഴുതിയ ഒരു മൈക്കൽ എന്ന് പറയുന്ന അയാളെ നാട്ടുകാരനാണോ? അല്ല. അപ്പൊ നമ്മള് പറയുന്ന പണികളും അല്ലെങ്കിൽ പറയുന്ന പ്രസ്താവനകളും ശരിയായിരിക്കണം, നേരായിരിക്കണം, നെറിയായിരിക്കണം. വിഡ്ഢിത്തരങ്ങളാകരുത്. വിഡ്ഢിത്തരങ്ങളാകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ജനങ്ങളും രംഗത്ത് വരുമെന്ന് ഓരോ ഭരണാധികാരികളും മനസ്സിലാക്കിക്കൊള്ളണം. അതിന് തയ്യാറായില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി. വിഡ്ഢിത്തരങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു കാര്യം ശരിയാണ്, അമേരിക്കയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ യുദ്ധോപകരണങ്ങൾ വിൽക്കുക. അത് വിൽക്കണമെങ്കിൽ 2 രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിച്ചതിന് ശേഷം 2 കൂട്ടർക്കും അത് വിൽക്കും. അതാണ് അവരുടെ പ്രധാന ഒരു ബഡ്ജറ്റ്. ഓക്കെ, അതൊക്കെ ചെയ്യണ്ടായിരിക്കാം കാലാകാലങ്ങളായിട്ട്. പക്ഷെ അത് അതിര് കടന്നിട്ടാകുമ്പോൾ, അത് സ്വന്തം രാജ്യത്തിനെ ബാധിക്കുന്നതായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ആ ജനങ്ങൾ വെറുതെ ഇരിക്കില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അല്ലാതെ വേറെ ഒരു സംഭവമല്ല. അത് ക്രിസ്ത്യാനിറ്റി അല്ല, അല്ലെങ്കിൽ വേറെ ജൂത, അങ്ങനെ ഒന്നും ആയിട്ട് അതിനെ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ലാതാണ് എനിക്ക് തോന്നുന്നത്. ഈ വെടിവെപ്പ് ഇത്രയും ശക്തമായിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നും ട്രംപ് രക്ഷപ്പെട്ടിട്ട് ആ ട്രംപ് നേരെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ട് വളരെ ധൈര്യമായിട്ട് പറയുകയാണ്, ഏതോ ഒരു ഭ്രാന്തൻ, ആ ഭ്രാന്തൻ വന്ന് വെടിയുതിർത്തതാണ് എന്നൊക്കെ പറഞ്ഞ് അയാള് അതിന് തടി തപ്പുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ട്രംപ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം 2 ദിവസം മുന്നെയാണ് ഇന്ത്യയെയും ചൈനയെയും നരക സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ട് അദ്ദേഹം പബ്ലിക്കായിട്ട്, പിന്നീട് അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്. അപ്പോ നമ്മൾ ചെയ്യുന്നതും പറയുന്നതും വളരെ ശ്രദ്ധിച്ചിട്ട് പോയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ വിഡ്ഢിത്തരങ്ങളിൽ ചെന്നപ്പെടും. നമുക്കറിയാലോ, അമേരിക്ക ഈ ട്രംപ് വരുന്നതിന് മുന്നേ അവരുടെ ഡെവലപ്മെന്റ് എന്തായിരുന്നു? ആ ഡെവലപ്മെന്റിന്റെ പ്രധാന ഭാഗം തന്നെ ഇവിടുത്തെ ഓരോ ഇന്ത്യക്കാരനും ചൈനക്കാരനുമായിരുന്നു. ആ ഇന്ത്യക്കാരനെയും ചൈനക്കാരനെയും ആ രാജ്യങ്ങളെയുമാണ് അദ്ദേഹം തെറി പറഞ്ഞത്. അപ്പോ നമ്മുടെ പ്രവൃത്തിയും പറച്ചിലും സമൂഹത്തിനും ലോകത്തിനും രാജ്യത്തിനും എതിരായി മാറുമ്പോൾ ഇത്തരത്തിലുള്ള വെടികൾ 4 പുറത്തുനിന്നും ഇനിയും പ്രതീക്ഷിക്കേണ്ടി വരും ഡൊണാൾഡ് ട്രംപ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുക. യെസ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വെടിവയ്പ്, വൈറ്റ് ഹൗസിലുണ്ടായ വെടിവയ്പിൽ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപിനെതിരെ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത്. ജയശങ്കർ സാർ പറഞ്ഞതുപോലെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ട്രംപിന് വെടിയേൽക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇത്തരത്തിൽ സുരക്ഷാ ജീവനക്കാർ പെട്ടെന്ന് വന്ന് സ്ഥലത്ത് നിന്നും JD വാൻസിനെയും ട്രംപിനെയും പ്രഥമ വനിതയെയും ഉൾപ്പെടെ മാറ്റുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കാരണം അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനം എന്ന് പറയുന്നിടത്ത്, അതായത് വൈറ്റ് ഹൗസിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.